പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കാസർഗോഡ് കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാനത്ത് റെയിൽവേ പ്ലാറ്റ്ഫോം രണ്ടായി മുറിക്കുന്ന ഏക ക്രോസിംഗ് ആണ് കോട്ടിക്കുളം. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലൂടെ ഒരു പാത. കേൾക്കുമ്പോൾ സംഭവം കൊള്ളാമെന്നൊക്കെ തോന്നും. എന്നാൽ ഇതാണ് സ്ഥിതി. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും റെയിൽവേ ഗേറ്റിന് മുന്നിൽ കാത്തിരിപ്പ്. ട്രെയിൻ നിർത്തിയാൽ കടന്നുപോയാൽ കാത്തിരിപ്പ് തുടരും. മേൽപ്പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 40 വർഷത്തോളമായി ഇതിൻ്റെ ഒരു പ്രവർത്തനം, ഇവിടെ ഒരു പാലം വേണമെന്നുള്ള ആശയം ഉദിച്ചിട്ട് ജനങ്ങൾ നിരന്തരമായി പോരാടി സമരം ചെയ്തു. അങ്ങനെ ഒടുവിൽ അനുമതി കിട്ടിയിട്ട് 20 വർഷങ്ങൾ കൂടുതലായി. ഒടുവിൽ യാഥാർത്ഥ്യമായതിൽ സന്തോഷം. പണ്ട് മുതലേ എങ്ങനെയാണ് എനിക്കറിയാനായപ്പോഴേ എങ്ങനെയുണ്ട്. മിക്ക ദിവസവും ഇത് ക്ലോസ് ആയിട്ടുണ്ടാവും, ഗേറ്റ് അടച്ചിട്ടുണ്ടാവും, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റത്തില്ല. സന്തോഷമുണ്ട്, വെരി എൻജോയ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേൽപ്പാലത്തിന് തറക്കല്ലിട്ടു. 44.12 കോടി രൂപയുടെ പദ്ധതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി ചിലവ് വഹിക്കും. 24 കാസർഗോഡ്.